ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് സ്വാഗതം. ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷമാണ് പറയാൻ പോകുന്നത്. അടുത്ത ആഴ്ചകളിലൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡുകളിലെ വിശേഷങ്ങളാണിത്. നമ്മുടെ ദേവയാനിയാണെങ്കിൽ നയനിയെ സ്നേഹിച്ച് തുടങ്ങിയിരിക്കുകയാണ്. നയനി അത് മനസ്സിലാക്കാനും തുടങ്ങി. കാരണം അമ്മയുടെ നമ്പറിൽ നിന്നാണ് തനിക്ക് മെസ്സേജ് വന്നതെന്നുള്ള വിവരം അറിയാണ്. അങ്ങനെ ദേവയാനിയെ പരീക്ഷിക്കുകയാണ് കേട്ടോ നയന. അതിൻ്റെ ഇടയ്ക്കാണെങ്കിൽ SI ട്രെയിനിങ്ങിന് പോകാനായിട്ട് തയ്യാറെടുക്കുകയാണ് നന്ദു. അപ്പോഴേക്കും കുശുമ്പ് കയറിയിട്ട് അനാമിക നന്ദുവിനെതിരെ കേസ് കൊടുത്ത് അകത്താക്കുകയൊക്കെ ചെയ്യാണ്. ദേവയാനിയാണ് അവിടുന്ന് കൂടി രക്ഷിച്ചുകൊണ്ട് വരുന്നത്. ഈ വിശേഷങ്ങളാണ് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അമ്മയാണ് തന്നെ രക്ഷിച്ചതെന്ന് അറിയാണ് നയന. അപ്പോൾ നയന ചിന്തിക്കുകയാണ്, ഇതൊന്നും അറിയണമല്ലോ എന്ന് വിചാരിക്കുകയാണ്. അന്നത്തെ ദിവസം വയ്യായികയാണ് എന്ന് പറഞ്ഞ് നയന കിടക്കുകയാണ് കേട്ടോ. അതേസമയം അമ്മയെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കിടക്കുന്നത്. വല്ലാത്ത തലവേദനയാണെന്ന് പറഞ്ഞ് കിടക്കുന്ന നയനയുടെ അടുത്തേക്ക് ചുക്ക് കാപ്പിയൊക്കെ ഇട്ടുകൊണ്ട് വരുന്നുണ്ട് ദേവയാനി. എന്നിട്ട് നയനിയെ തൊട്ടൊക്കെ നോക്കുകയാണ്. പനിയുണ്ടല്ലോ, നീ ഹോസ്പിറ്റലിൽ പോകണം, ആദർശിനെയും കൂട്ടിയെന്ന് പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, അതൊന്നും വേണ്ടമ്മേ, ഈ ചുക്ക് കാപ്പ് കുടിക്കുമ്പം എൻ്റെ അസുഖമൊക്കെ അങ്ങ് മാറിക്കോളും എന്ന് പറയാണ്. അത് പറഞ്ഞാൽ പറ്റില്ല, നീ ഹോസ്പിറ്റലിൽ പോവുക തന്നെ ചെയ്യണമെന്ന് പറയാണ് കേട്ടോ ദേവയാനി. അങ്ങനെ നയനിക്ക് മനസ്സിലാകാണ് കേട്ടോ അമ്മ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന്. താനാണ് കള്ളു കൊടുത്തതെന്ന് അമ്മ അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് നയനിക്ക് നല്ല സംശയമുണ്ട്. കാരണം അമ്മ പുറത്തേക്ക് ഗൗരവം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നും എല്ലാ കാര്യങ്ങളിലും തന്നെ സഹായിക്കുന്നുണ്ടെന്നും അന്ന് തന്നെ സഹായിച്ച അദൃശ്യകരങ്ങൾ അമ്മയുടേതാണെന്നും ഒക്കെ മനസ്സിലാക്കാണ് നയന. അങ്ങനെ നയന ഈ കാര്യം വൈകുന്നേരം ആദർശിനോട് പറയുന്നുണ്ട് കേട്ടോ. ആദർശേട്ടാ, ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ തൻ്റെ വയ്യായികയൊക്കെ മാറിയോ എന്ന് ചോദിക്കാൻ. അതൊക്കെ മാറി, അതപ്പോൾ എപ്പോഴേ മാറി, മനസ്സിന് നല്ല സുഖമുള്ളപ്പം വയ്യായികയൊക്കെ എന്തെങ്കിലും ആണോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട്, എന്താ എന്താ ഇപ്പോഴത്തെ സന്തോഷം? അത് ആദർശേട്ടാ, അന്ന് എനിക്കൊരു മെസ്സേജ് വന്നില്ലേ, നെക്ലേസ് ബാഗിൽ വെച്ചിട്ടുണ്ടെന്നും പറഞ്ഞ്. അത് അമ്മയുടെ നമ്പറിൽ നിന്നാണ് വന്നത്. ആ സിം എടുത്തിരിക്കുന്നത് ആദർശേട്ടൻ്റെ അമ്മയുടെ അഡ്രസ്സിലാണ് എന്ന് പറയുകയാണ്. അപ്പോഴേക്കും ആദർശ് പറയാണ്, അമ്മയ്ക്ക് അങ്ങനെ ഒരു നമ്പരോ? എനിക്ക് പോലും ആ നമ്പർ അറിയില്ലല്ലോ എന്ന് പറയാണ്. അപ്പം നയന പറയാണ്, ഞാൻ സൈബർ സെല്ലിൽ നിന്ന് ഡീറ്റെയിൽസ് എടുത്തായിരുന്നു, അങ്ങനെ കിട്ടിയതാണ്. അമ്മയുടെ അഡ്രസ്സിലാണ് ആ സിം എടുത്തിരിക്കുന്നത്, അമ്മയാണ് ഉപയോഗിക്കുന്നതെന്ന് അറിയില്ല എന്ന് പറയാണ്. അതുപോലെ ഇന്ന് ഞാൻ വയ്യാതെ കിടന്നപ്പോൾ അമ്മ എനിക്ക് ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് തരികയും വന്ന അടുത്തിരുന്ന് നോക്കുകയൊക്കെ ചെയ്തു. അതിൽ നിന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നത് അമ്മ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നാണ്. പുറത്ത് കാണിക്കുന്ന ഈ ഗൗരവമൊക്കെ ഉള്ളൂ, പക്ഷേ എല്ലാ കാര്യങ്ങളിലും ഇപ്പം എനിക്ക് സപ്പോർട്ടായിട്ട് അമ്മയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയാണ്. അപ്പോൾ ആദർശ് പറയാണ്, അത് ശരിയാ, പല കാര്യങ്ങളിലും ഇപ്പം തന്നെ സപ്പോർട്ട് ചെയ്താണ് അമ്മ പറയുന്നത്. മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുമ്പോഴും അമ്മ തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കും തോന്നിയിരുന്നു. അപ്പം നയന പറയാണ്, ആദർശേട്ടാ, ഞാനാണ് അമ്മയ്ക്ക് കരൾ കൊടുത്തതെന്നുള്ള വിവരം അമ്മ അറിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കും അമ്മയ്ക്ക് ഈ മാറ്റം ഉണ്ടായത്. ഇപ്പം കരൾ കൊടുത്ത പെൺകുട്ടിയെക്കുറിച്ചൊന്നും അമ്മ ചോദിക്കുന്നുമില്ല. അപ്പോൾ ആദർശം പറയാണ്, ശരിയാ, പക്ഷെ അതെങ്ങനെ അമ്മ അറിഞ്ഞിട്ടുണ്ടാവും? അമ്മ ഏതെങ്കിലും വഴി അറിഞ്ഞിട്ടുണ്ടാവും എന്ന് പറയാണ് നയനയും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, എന്തായാലും അത് നന്നായി, തന്നെ അമ്മ സ്നേഹിക്കാൻ തുടങ്ങിയല്ലോ. പുറമേയുള്ള ഈ ഗൗരവവും അതും പതുക്കെ മാറുമടോ. നമുക്കെപ്പോഴും സപ്പോർട്ടായിട്ട് അമ്മയുണ്ടാവും. പിന്നെ നമ്മളിതൊന്നും അറിഞ്ഞ കാര്യം അമ്മയെ അറിയിക്കേണ്ട. കുറച്ച് നാളും കൂടി അമ്മ ഈ നാടകം തുടരട്ടെ എന്ന് ആദർശും പറയാണ് കേട്ടോ. അതേസമയം SI സെലക്ഷനൊക്കെ കിട്ടിയത് കാരണം നന്ദുവിന് ട്രെയിനിങ്ങിന് പോകാനുള്ള സമയമൊക്കെ ആയിരിക്കുകയാണ് കേട്ടോ. ട്രെയിനിങ്ങിന് പോകാനുള്ള സമയം ആയത് കാരണം തന്നെ നന്ദു നയനയും നവ്യയൊക്കെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നയനയെടുത്തി, എനിക്ക് എനിക്ക് ട്രെയിനിങ്ങിനൊക്കെ പോകാൻ സമയമായി, അതുകൊണ്ട് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തുകയൊക്കെ വേണം. അതിനായിട്ട് നമുക്കൊന്ന് പുറത്തൊക്കെ പോകണ്ടേ എന്നിങ്ങനെ പറയുകയാണ്. അപ്പം നയന പറയുന്നുണ്ട്, ശരിയാ നന്ദു, നമുക്ക് പുറത്ത് പോകാം, കുറേ ഡ്രസ്സൊക്കെ എടുക്കണം, എന്തായാലും ഞാനും നവ്യേച്ചിയും കൂടെ വരാമെന്ന് പറയാണ്. അപ്പോൾ നന്ദു പറയുന്നുണ്ട്, വളരെ സന്തോഷം, നിങ്ങൾ രണ്ടുപേരും വരണം, എനിക്ക് വേണ്ടതൊക്കെ എടുത്തു തരികയും വാങ്ങി തരികയും ഒക്കെ ചെയ്യണം. ട്രെയിനിങ്ങിന് പോയാൽ ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ എന്നൊക്കെ നന്ദു പറയുക. അപ്പോൾ പറയുന്നുണ്ട്, അടുത്ത ദിവസം തന്നെ നമുക്ക് ഷോപ്പിങ്ങിന് പോകാം എന്ന് ഇവർ സമ്മതിക്കുകയാണ് കേട്ടോ. അതേസമയം അനാമികയാണെങ്കിൽ ആകെ മൊത്തം ദേഷ്യത്തിൽ ഇങ്ങനെ കളിച്ചുള്ളി ഇരിക്കുകയാണ് കേട്ടോ. നന്ദു അതിൻ്റെ ഇടയ്ക്ക് അനിയെ ഒന്ന് കാണുന്നുണ്ട് വഴി വെച്ച് അനിയെ കാണുമ്പം അനിയോട് സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, അനി, ഞാൻ ട്രെയിനിങ്ങിന് പോവാണ്, അത് നിന്നോട് പറയാനായിട്ടാണ് വിളിച്ചത്.
എന്തായാലും അടുത്ത ദിവസം പോകും, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടല്ലേ കാണുള്ളൂ എന്ന് പറയാണ്. അപ്പോൾ അനി പറയുന്നുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട് നന്ദു, നീ ആഗ്രഹിച്ച നിനക്ക് ഇഷ്ടപ്പെട്ട ജോലി തന്നെ നിനക്ക് കിട്ടിയില്ലേ. ഏതായാലും ട്രെയിനിങ്ങിനൊക്കെ പോയിട്ട് നന്നായിട്ട് വാ. ഇടയ്ക്ക് പക്ഷേ നമ്മളെയൊന്ന് വിളിക്കാൻ മറക്കരുത് കേട്ടോ. ഞാനിപ്പോൾ ജീവിതത്തിൽ ഒരുപാട് ശ്വാസം മുട്ടിയാണ് ജീവിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ ഒരു കോളൊക്കെ വരുമ്പം ഒരു ഫ്രണ്ട് എന്ന നിലയിൽ ഒരുപാട് സന്തോഷമുണ്ട് നന്ദു എന്നൊക്കെ പറയാണ് കേട്ടോ. അതേസമയം അനി ഈ കോള് ചെയ്തത് കാണുകയാണ് നമ്മുടെ അനാമിക. ഇവനിത് എവിടെ പോയിരിക്കുകയാണ് എന്ന് ചിന്തിക്കുകയാണ് അനാമിക. എന്നിട്ട് അനാമികയും വണ്ടിയെടുത്ത് പുറകെ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ പോകുമ്പോഴാണ് അനാമിക കാണുന്നത് അനിയും നന്ദുവും കൂടി സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നത്. അത് കാണുമ്പോൾ അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യം വരികയാണ്. അനാമിക മനസ്സിൽ പറയാണ്, ആഹാ, ഇവൻ വണ്ടിയെടുത്ത് പോന്നപ്പോഴേ എനിക്ക് തോന്നി ഇവളെ കാണാനാണെന്ന്. അവൾ വിളിച്ചു വരുത്തിയതാ അവനെ. ഇത്രയൊക്കെ ആയിട്ട് രണ്ടു പേർക്ക് നിർത്താറായില്ല. ഈ നാശം. അവൾക്കൊരു SI ട്രെയിനിങ് കിട്ടിയെന്ന് പറഞ്ഞ് പൊങ്ങി നടക്കാണ്. അതിനെ പോകാതിരിക്കാവുന്ന ഞാനൊന്ന് നോക്കട്ടെ. എങ്ങനെയെങ്കിലും അവളുടെ ട്രെയിനിങ് മുടക്കണം. അവൾക്ക് ഈ ജോലി കിട്ടാൻ പാടില്ല. ഈ ജോലി കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവൾ പല കള്ളത്തരങ്ങളും കണ്ടുപിടിക്കാൻ സാധ്യതയുണ്ട്. ഇത് മുടക്കാനുള്ള വഴി എങ്ങനെയെങ്കിലും നോക്കണം എന്നിങ്ങനെ വിചാരിക്കണം. എന്നിട്ട് നേരെ അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെല്ലുകയാണ് കേട്ടോ അനാമിക. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ, എനിക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. എത്രയൊക്കെ ചെയ്തിട്ടും ആനി എന്നെ ചീറ്റ് ചെയ്യാണ്. എന്താ മോളെ ഇപ്പോൾ ഉണ്ടായത്? ആ നന്ദു അവൾ അനിയെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. രണ്ടുപേരും കൂടി ഇപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റിലിരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ ട്രെയിനിങ്ങിന് പോവാണ് പോലും. അതിന് യാത്ര പറയാൻ ചെന്നതാണ്. അങ്ങനെ യാത്രയും പറഞ്ഞ് താരാട്ടി ഉറക്കി എന്തെല്ലാം കാണണം ഞാൻ. അവൾക്ക് ആ ജോലി കിട്ടാതിരുന്നാൽ മതിയായിരുന്നു. ഇനി അവളെങ്ങാനും SI ആയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം കഷ്ടത്തിലാവുന്നുള്ളതിന് സംശയമൊന്നുമില്ല. അച്ഛന് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. നമ്മൾ പല കാര്യങ്ങളും അവളോട് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ഓരോന്നോരോന്നായിട്ട് അവൾ പൊക്കും. കാരണം അവളെ അന്ന് കൊട്ടേഷൻ കൊടുത്ത് പിടിപ്പിച്ചതും നമ്മൾ തന്നെയല്ലേ. അതുപോലെ തന്നെ പാലിൽ വിഷം ചേർത്തതും സ്വർണം മോഷ്ടിച്ചതും അങ്ങനെ പല കള്ളത്തരങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ട്. പോരാത്തതിന് ഇതിനു മുമ്പ് നമ്മൾ ചെയ്ത കള്ളത്തരങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം അറിയും. നമ്മുടെ യഥാർത്ഥ ചരിത്രം അവൾ കിഴിഞ്ഞെടുക്കും. പിന്നെ അനന്തപുരിയിൽ എനിക്ക് നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അനി ഇനി നിന്നോളാം പറഞ്ഞാൽ പോലും അവിടെയുള്ള മറ്റുള്ളവരാരും അതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് അവൾ SI ആകാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ഇപ്പോൾ അവൾ SI ആകാൻ പോകുന്നതിൻ്റെ ഗമയാണ് അവളുടെ ചേച്ചിമാർക്ക് രണ്ടിനും. അവളുമാർക്കെല്ലാം അഹങ്കാരം കുറച്ച് കൂടിയിട്ടുണ്ട്. കാരണം അനിയത്തി SI അല്ലേ, ഭാവി SI. അവൾ ഈ അടുത്ത ട്രെയിനിങ്ങിന് പോകാൻ പോവാണ്. അതിനു മുമ്പ് അതെങ്ങനെയെങ്കിലും മുടക്കണം നമുക്ക് എന്ന് പറയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, എന്ത് ചെയ്താൽ അത് മുടക്കുന്നത്? കൊട്ടേഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചാൽ. അപ്പോൾ അനാമിക പറയാം, ദയവ് ചെയ്ത് അച്ഛൻ ഇനി കൊട്ടേഷനൊന്നും കൊടുക്കാൻ പോകണ്ട. കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞാൽ അത് അതിലും വലിയ കഷ്ടമാകും. ഇന്നാൾ കൊടുത്തതിൻ്റെ കേട് ഇതുവരെ തീർന്നിട്ടില്ല. അവളെ കൊട്ടേഷൻ കൊടുത്താൽ അവൾ 4 പേരെ അടിച്ചിട്ടേച്ച് അവൾ പോരും. അത് ഉറപ്പാണ്. പിന്നെ എന്താ മോളെ ചെയ്യേണ്ടത്? അപ്പോൾ അനാമിക പറയാൻ, നമുക്ക് നിയമത്തിൻ്റെ വഴിയെ തന്നെ പോകാം. അവളെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് ജയിലിൽ അടയ്ക്കണം. അങ്ങനെയാണെങ്കിൽ അവൾ ആ കേസിൻ്റെ പുറകെ കുറേ നടക്കും. അങ്ങനെ അവളുടെ ജോലിയും പോയി കിട്ടും, അഹങ്കാരവും കുറഞ്ഞു കിട്ടും. അച്ഛന് ഡിപ്പാർട്ട്മെൻറ്റിൽ ആരെങ്കിലും പരിചയമുണ്ടോ കാശ് വാങ്ങുന്നവരെ? അപ്പോൾ വേണു പറയാണ്, പിന്നെ എത്ര ഉടായ്പ ടീമുകളെ എനിക്കറിയാമെന്നറിയാമോ? അവരെ ആരെങ്കിലും ഒന്ന് അച്ഛൻ സ്വാധീനിക്കാൻ നോക്ക്. ഈ കൊട്ടേഷൻ സംഘത്തിൻ്റെ പുറകെ പോകാത്തതിന് അത്യാവശ്യം കുറച്ച് പണമൊക്കെ ഞാൻ തരാം. എന്നിട്ട് അവളെ അറസ്റ്റ് ചെയ്യിപ്പിച്ച് അകത്തിടാൻ നോക്ക്. ഒരു കേസ് അവളുടെ മേളിൽ കിടക്കട്ടെ, അവളുടെ അഹങ്കാരം തീരട്ടെ, ആ അനിയുടെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോഴേക്കും വേണു ചോദിക്കുന്നുണ്ട്, എന്ത് കേസാടി അവളുടെ പേരിൽ ഇനി കൊടുക്കുന്നത്? അപ്പോൾ അനാമിക പറയാണ്, വേറൊന്നും കൊടുക്കണ്ട. അനി അവളും തമ്മിൽ അവിഹിതമുണ്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാം. അതിൻ്റെ പേരിൽ വീട്ടിൽ എന്നെ പീഡിപ്പിക്കുകയാണെന്നുള്ള കാര്യങ്ങളും കൊടുക്കാം. നന്ദു കാരണം അനി ഗാർഹിക പീഡനം നടത്തുകയാണെന്നുള്ള കാര്യം കൊടുക്കാം. എന്തായാലും ഗാർഹിക പീഡനത്തിനൊരു കേസ് കൊടുത്താൽ നന്ദുവിനെ പൊക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അനിക്കും എതിരെ കേസ് വരും, എന്നാലും കുഴപ്പമില്ല. അനി എങ്ങനെയെങ്കിലും ഊരിക്കോളും. പക്ഷേ അവളെ വേണം ആദ്യം അറസ്റ്റ് ചെയ്യാൻ. അത് അച്ഛൻ പ്രത്യേകം പറയണം എന്ന് പറയുകയാണ് കേട്ടോ. അപ്പം വേണു പറയുന്നുണ്ട്, എല്ലാം ഞാൻ ശരിയാക്കിക്കോളാടി, എല്ലാം ഞാൻ റെഡിയാക്കാം എന്ന് പറയണം. അങ്ങനെ വേണു ഇതൊക്കെ സെറ്റാക്കുകയാണ്. അതിനൊക്കെ ശേഷം ആണ് നമ്മുടെ നന്ദുവും നയനയും നവ്യയും കൂടി ഷോപ്പിങ്ങിന് പോയിരിക്കുകയാണ് കേട്ടോ. കുറേ ഡ്രസ്സുകളൊക്കെ നന്ദുവിന് വാങ്ങിക്കൊടുക്കുകയാണ് നയനയും നവ്യയും കൂടി. കാരണം ട്രെയിനിങ്ങിന് പോകുമ്പോൾ കൊണ്ടുപോകാനായിട്ട്. അങ്ങനെ അവർ സന്തോഷമായിട്ട് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് കടയുടെ മുമ്പിൽ ഒരു പോലീസ് ജീപ്പ് നിൽക്കുന്നത്. 2 പോലീസുകാരെ ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, നന്ദിതയല്ലേ? അപ്പോൾ നന്ദു പറയുന്നുണ്ട്, അതെ.
നന്ദിതയാണെങ്കിൽ കയറ് ജീപ്പി കയറ് എന്ന് പറയാണ്. അപ്പം നയന ചോദിക്കുന്നുണ്ട്, എന്തിനാണ് അവളെ കൊണ്ടുപോകുന്നത്? അതെ, ഇവളെ ഞങ്ങൾ തൽക്കാലം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. അപ്പം നയന ചോദിക്കുക, എന്ത് കാര്യത്തിനാണ് നിങ്ങൾ അറസ്റ്റ് ചെയ്യുന്നത്? അതെ, അത് കാര്യമുള്ളത് കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുന്നത്, ചുമ്മാതല്ല, ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട. അപ്പോഴേക്കും ഉടനെ നന്ദു പറയുന്നുണ്ട്, എന്തിനാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നതെന്ന് കാര്യം പറ, അല്ലാതെ ഞാൻ വരില്ല. ആഹാ, നീ വരില്ലല്ലേ? വരില്ല എന്ന് പറയാൻ നിനക്ക് നല്ല തൻ്റെടമാണല്ലേ? അപ്പോഴേക്കും നവ്യ പറയാണ്, അവൾ SI സെലക്ഷൻ കിട്ടിയ കുട്ടിയാണ്, ട്രെയിനിങ്ങിന് പോകാൻ ഒരുങ്ങുകയാണ്. ഇപ്പം കാര്യമില്ലാതെ നിങ്ങൾ എന്തിനാണ് ഇവളെ അറസ്റ്റ് ചെയ്യുന്നത്? ഞങ്ങളുടെ കൂടെ ഇവിടെ ഷോപ്പിംഗ് നടത്തുകയായിരുന്നു, പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇവളെ അറസ്റ്റ് ചെയ്യുന്നത്? അപ്പോൾ പോലീസുകാർ പറയുന്നുണ്ട്, എന്തിനാ അറസ്റ്റ് ചെയ്യുന്നത്, ഏതാണെന്നുള്ള കാര്യം അറിയണമെങ്കിൽ സ്റ്റേഷനിലേക്ക് പുറകെ നിങ്ങൾ പോരെ, ഇവളെ ഇപ്പം ഞങ്ങൾ കൊണ്ടുപോകരുതെന്ന് വീണ്ടും പറയുന്നുണ്ട് നയന. പക്ഷേ അവർ നന്ദുവിനെ വലിച്ച് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവാണ്. അങ്ങനെ നന്ദുവിനെയും കൊണ്ട് പോലീസ് ജീപ്പ് പോവാണ് കേട്ടോ. അപ്പം നയനയും നവ്യയും കൂടെ അവിടെ നിന്നിട്ട് പറയുന്നുണ്ട്, അയ്യോ എന്താ ചെയ്യുക, എന്താ കാര്യമെന്ന് പോലും അവർ പറഞ്ഞില്ലല്ലോ, ഇതിങ്ങനെ പോയാൽ പറ്റില്ലല്ലോ, എന്താ ചെയ്യുക, പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം നമുക്ക് എന്ന് പറയാണ്. അപ്പം നയന പറയുന്നുണ്ട്, തൽക്കാലം ചേച്ചിയെ ഞാൻ വീട്ടിൽ കൊണ്ടുവിടാം, ചേച്ചി വരണ്ട, ഞാനും ആദർശേട്ടനും കൂടെ പോകാം, എന്താ കാര്യം എന്നറിയാമല്ലോ. അങ്ങനെ നവ്യയും കൊണ്ട് നയന വീട്ടിലെത്തി ആദർശിനോട് പറയുന്നുണ്ട്, ആദർശേട്ടാ, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്, നന്ദുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് പോയിരിക്കുകയാണ്. എന്താണ് കാര്യം എന്ന് ചോദിച്ചിട്ട് അവരൊന്നും പറയുന്നുമില്ല. സ്റ്റേഷനിലേക്ക് ചെല്ലാനാണ് പറയുന്നത്. എത്രയും വേഗം ആദർശേട്ടൻ വരണം, അച്ഛനും അമ്മയൊക്കെ ഇതറിഞ്ഞാൽ അവർ ഒരുപാട് വിഷമിക്കും. എന്തിനാണെന്നറിയില്ല, ട്രെയിനിങ്ങിന് പോകാനുള്ള കുട്ടിയാണ്, ഇപ്പോൾ ആ കുട്ടിയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാൻ എന്താ കാര്യം, അവൾ എന്താ ചെയ്തിരിക്കുന്നത്? അപ്പോഴേക്കും അവിടെ നിന്നുകൊണ്ട് ജലജ പറയാണ്, എന്തെങ്കിലും ഒപ്പിച്ചിട്ടുണ്ടാവും, ചുമ്മാതൊന്നും പോലീസ് അറസ്റ്റ് ചെയ്യില്ല, ഇന്നത്തെ കാലമല്ലേ, കൊച്ചു കുട്ടികളാണ് തെറ്റുകളൊക്കെ ചെയ്യുന്നത്, അവളും അങ്ങനെ എന്തെങ്കിലും ചെയ്തു കാണും, വല്ല മയക്കുമരുന്ന് കേസോ അങ്ങനെ എന്തെങ്കിലും. അപ്പോഴേക്കും നവ്യ പറയാണ്, നിങ്ങളൊന്നും മിണ്ടാതിരുന്നോണം, ഇല്ലെങ്കിൽ നിങ്ങളുടെ നാക്ക് ഞാൻ പിഴുതെറിയും, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ആവശ്യമില്ലാത്ത സമയത്ത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ വരരുത് എന്ന് പറയണം. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അപ്പച്ചി ഒന്നും മിണ്ടാതിരിക്കുക, എന്താ കാര്യം എന്നറിയാം, വാ നയനെ, നമുക്ക് സ്റ്റേഷനിലേക്ക് പോവാം. അതെ, സ്റ്റേഷനിലേക്ക് പോവാം, എങ്ങനെയും നന്ദുവിനെ നമുക്ക് ജാമ്യത്തിൽ ഇറക്കണം ആദർശേട്ടാ, നീ വാ, പേടിക്കേണ്ട, നമുക്ക് പോകാം എന്ന് പറഞ്ഞിട്ട് ആദർശും നയനയും കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അതേസമയം ദേവയാനിയാണെങ്കിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്, എന്തിനാവും നന്ദുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്? ആ കുട്ടി അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ലായിരിക്കുമല്ലോ, ഇവിടെയുള്ള ചിലർ ഒപ്പിച്ച പണിയാണെന്നാണ് തോന്നുന്നത്. അപ്പോഴേക്കും അനാമിക ഭയങ്കര സന്തോഷത്തിലാണ് അച്ഛൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട്, അതെ, നന്ദുവിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്, എന്തായാലും കുറച്ച് ദിവസം അവൾ കിടക്കും, അവളെ പെട്ടെന്നും വിടരുതെന്നുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്, അതിനുള്ള പണവും നമ്മൾ കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിലും പെട്ടെന്ന് അവൾക്ക് ജാമ്യം കിട്ടാനും പോകുന്നില്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ വേണുവും രേവതിയും അനാമികയും കൂടി ഒരുപാട് സന്തോഷിക്കുകയാണ്. എന്നിട്ട് ജലജയെ വിളിച്ച് പറയുകയാണ് കേട്ടോ അനാമിക, അതെ അപ്പച്ചി, ഒരു സന്തോഷ വാർത്തയുണ്ട്. എന്താ അനാമികെ? ആ നന്ദു ഇല്ലേ, ആ മുട്ടേച്ചി, അവളെ പോലീസ് പിടിച്ചു, അവളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയിട്ടുണ്ട്. ആഹാ, ജലജ പറയാണെന്നേരം, കൊള്ളാം, ഇവിടെ ഇപ്പോൾ വന്നു, ചേച്ചിമാർ രണ്ടുപേരും കരഞ്ഞ് ബഹളം വെച്ച് വന്നു, ആദർശും നയനയും കൂടെ ഇറക്കാനായിട്ട് പോയിട്ടുണ്ട്, അപ്പം പിന്നെ കൂളായിട്ട് ഇറക്കിക്കൊണ്ട് വരും. അപ്പോൾ അനാമിക പറയാണ്, ഇല്ല, അവർ ചെന്ന് അങ്ങനെ പെട്ടെന്നൊന്നും ജാമ്യം കൊടുക്കില്ല, കാരണം അതിനു മുമ്പ് അവിടെ വേറെ ചില സംഭവങ്ങളൊക്കെ നടക്കും. അപ്പോൾ ഇതെല്ലാം കേൾക്കുകയാണ് കേട്ടോ ദേവയാനി. അപ്പോൾ ദേവയാനി മനസ്സിൽ വിചാരിക്കുകയാണ്, അമ്പടി ഭയങ്കരികളെ, നിങ്ങളെല്ലാവരും കൂടിയാണ് ആ കുട്ടിയെ അറസ്റ്റ് ചെയ്യിപ്പിച്ചല്ലേ, അവൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല, വെറുതെ ആവശ്യമില്ലാതെ അനാമിക അവൾ ഒപ്പിച്ച പണിയാണിത്, ഇതിന് പരിഹാരം എന്തെങ്കിലും ചെയ്യണം. പാവം നയന ഒരുപാട് വിഷമിക്കുന്നുണ്ട്, അങ്ങനെ അവൾ വിഷമിക്കാൻ പാടില്ല, എൻ്റെ മരുമകൾ അങ്ങനെ വിഷമിക്കുന്നത് കണ്ട് എനിക്ക് നിൽക്കാൻ പറ്റില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ ഒരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് നന്ദുവിനെ പുറത്തിറക്കണം, അവൾ ഒരു നിമിഷം പോലും ജയിലിൽ കിടക്കാൻ പാടില്ല, പക്ഷെ അത് ഇവരൊന്നും അറിയാനും പാടില്ല എന്നിങ്ങനെ ദേവയാനി വിചാരിക്കുകയാണ്. അങ്ങനെ ദേവയാനി വിളിക്കുകയാണ് കേട്ടോ വക്കീലിനെ, വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇങ്ങനത്തെ കേസിനെ കുറിച്ചിട്ടും നന്ദുവിനെ ഉടനെ തന്നെ ജാമ്യത്തിൽ ഇറക്കണം എന്നതിനെക്കുറിച്ചുമൊക്കെ. അങ്ങനെ വക്കീലിനെ ഏർപ്പാട് ചെയ്ത് വിട്ടിരിക്കുകയാണ് കേട്ടോ സ്റ്റേഷനിലേക്ക്. ആദർശും നയനയും പോലീസ് സ്റ്റേഷനിൽ ആ സമയം എത്തുകയാണ്. എന്നിട്ട് ആദർശ് ചോദിക്കുന്നുണ്ട് SIയോട്, എന്തിനാണ് സാർ നന്ദുവിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, കാരണം അറിയണോ? അത് പല കാരണങ്ങളുണ്ട്, അതൊന്നും ഇപ്പോൾ പറയാൻ എനിക്ക് നേരമില്ല, എന്തായാലും അവൾ തെറ്റ് ചെയ്തു, അതുകൊണ്ട് അറസ്റ്റ് ചെയ്തു.
അപ്പോൾ ആദർശ് പറയാണ്, അങ്ങനെ കൂളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞൊഴിയാനൊന്നും പറ്റില്ല. ഞാൻ അനന്തപുരിയിലെ പയ്യനാണ്. ഞങ്ങൾക്കൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്ത് ജാമ്യത്തിൽ ഇറക്കാനൊക്കെ പറ്റുമോ? എങ്കിലും ഏർപ്പാട് ചെയ്യുക. എനിക്ക് ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞേ വരുള്ളൂ. ഞാൻ പോലീസ് ക്ലബിലോട്ട് പോവാ. അത് കഴിഞ്ഞ് വരുമ്പം കാര്യങ്ങളും കാരണവും ഒക്കെ ഞാൻ പറഞ്ഞു തരാം. അല്ല സാർ, ഇത് പറഞ്ഞിട്ട് പോയാൽ മതി. ആഹാ, എന്നെക്കൊണ്ട് ഇത് പറയിപ്പിച്ചിട്ടേ നിങ്ങൾ വിടുള്ളൂ അല്ലേ? അങ്ങനെയൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വരാമെന്ന് പറഞ്ഞല്ലോ. അതുവരെ അവൾ അകത്ത് കിടക്കട്ടെ. നിങ്ങൾ ദേ ഈ ബെഞ്ചിലിരുന്നോ, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവിടുന്ന് പോവാണ് കേട്ടോ. ആ പോകാനായിട്ട് ഇറങ്ങിക്കഴിയുമ്പോഴേക്കും ആ സമയത്ത് നന്ദു ആണെങ്കിൽ ലോക്കപ്പിൻ്റെ അകത്ത് തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ നൈനയും ആദർശവും അടുത്തേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട്, നന്ദു പേടിക്കണ്ട, എന്തായാലും ജാമ്യത്തിൽ ഇറക്കാം. ഇപ്പോൾ ആ SI അറസ്റ്റ് ചെയ്തത് എന്തിനാണെന്ന് പോലും നമുക്കറിയില്ലല്ലോ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും SI പോകാൻ ഇറങ്ങുമ്പോഴാണ് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത്. അതിൽ നിന്ന് ഒരു വക്കീൽ ഇറങ്ങി വരികയാണ് കേട്ടോ. എന്നിട്ട് നന്ദുവിനെ ജാമ്യം എടുക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എന്തിൻ്റെ പേരിലാണ് നന്ദുവിനെ അറസ്റ്റ് ചെയ്തതെന്ന് നിങ്ങൾക്ക് പറയണം എന്ന് പറയുമ്പോൾ പറയാണ്, അത് അനാമിക എന്ന് പറയുന്ന ഒരു പെൺകുട്ടി തന്ന പരാതിയാണ്. ആ കുട്ടിയുടെ വീട്ടിൽ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ഇവളാണെന്നാണ് പറയുന്നത്. ഇവളും ആ കുട്ടിയുടെ ഹസ്ബൻഡും തമ്മിൽ അവിഹിത ബന്ധമുണ്ട്. അതിൻ്റെ പേരിൽ ആ കുട്ടിയെ എന്ന് പീഡിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്നാണ് പരാതി. ആ കുട്ടിയുടെ ഹസ്ബൻഡ് അനി എപ്പോഴും ആ കുട്ടിയെ പീഡിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഗാർഹിക പീഡനത്തിന് ഉത്തരവാദി ഇവളാണ്, അതുകൊണ്ടാണ് ഇവളെ അറസ്റ്റ് ചെയ്തത് എന്ന് പറയാണ്. അപ്പോഴേക്കും ഉടനെ തന്നെ ആ വക്കീൽ പറയാണ്, ഗാർഹിക പീഡനത്തിന് ഉത്തരവാദിയാണോ ആദ്യം അറസ്റ്റ് ചെയ്യുന്നത്? അല്ലല്ലോ, ചെയ്യുന്നയാളെയല്ലേ. ഇതിനൊക്കെ എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ എന്നൊക്കെ ചോദിക്കുമ്പം SIക്കൊന്നും മിണ്ടാനില്ല കേട്ടോ. എന്നേരം വക്കീൽ പറയുന്നുണ്ട്, ദേ ഞാൻ ജാമ്യത്തിനുള്ള പേപ്പറുകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, അതുകൊണ്ട് ഈ കുട്ടിയെ ജാമ്യത്തിൽ വിടണമെന്ന് പറയുകയാണ്. അങ്ങനെ നന്ദുവിനെ ജാമ്യത്തിൽ വിടാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പോഴേക്കും ആ വക്കീൽ പറയുന്നുണ്ട്, ഇതൊക്കെ തെറ്റല്ലേ SI ചെയ്തത്? ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കേസുകളൊക്കെ ഉണ്ടാക്കി മുട്ടാപ്പോക്ക് ന്യായം നിരത്താൻ ഇന്നത്തെ കാലത്തും പറ്റുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ SIക്ക് പിന്നെ ഒന്നും പറയാനില്ല കേട്ടോ. കള്ളക്കേസ് ആരെങ്കിലും തന്നാൽ നിങ്ങളിങ്ങനെ ആരെയും ഒക്കെ പിടിച്ച് അകത്തിടുമല്ലേ എന്ന് ചോദിക്കുകയാണ് ആദർശും. അങ്ങനെ SI ആകപ്പാടെ ചമ്മി നാറി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വക്കീൽ വന്ന് ജാമ്യമൊക്കെ എടുത്തിട്ട് കൂളായിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ ആദർശും നൈനയും കൂടെ പറയുന്നുണ്ട്, ഇതാരായിരിക്കും ഈ വക്കീലിനെ ഏർപ്പാട് ചെയ്തത്? ആദർശേട്ടൻ ഏതെങ്കിലും വക്കീലിനോട് പറഞ്ഞിരുന്നോ? അപ്പോൾ ആദർശ് പറയാണ്, ഇല്ല, ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. നമ്മുടെ കമ്പനി വക്കീലിനെ തന്നെ വിളിക്കാമെന്നായിരുന്നു. പക്ഷേ കാര്യം എന്താണെന്ന് അറിഞ്ഞിട്ട് ആകാമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇതാരായിരിക്കും ഈ അദൃശ്യകരങ്ങൾ നമുക്ക് വേണ്ടി കളിക്കുന്ന നന്ദുവിനെ ഇപ്പോൾ ജാമ്യത്തിലിറക്കിയത്? ആരായിരിക്കും അത് എന്നൊക്കെ അവർ ചിന്തിക്കുകയാണ് കേട്ടോ. അതേസമയം ഒന്ന് ദേവയാനിയാണെന്ന് അവർക്ക് മനസ്സിലാകുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇനി ദേവയാനി കളി തുടങ്ങുകയാണ് കേട്ടോ. നയന ഒരു തരി പോലും വിഷമിക്കാതിരിക്കാൻ ദേവയാനി ഓരോരോ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അങ്ങനെ നന്ദുവുമായിട്ട് വീട്ടിലേക്ക് പോവുകയാണ് ആദർശും നയനയും കൂടി. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്